ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കുക്ക് വിത്ത് നന്ദു. ഇന്ന് നല്ലൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒന്ന് കണ്ടിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇന്ന് കൂമ്പ് തോരനാണ്. വാഴക്കൂമ്പുണ്ടല്ലോ, ഞങ്ങളുടെ അവിടെ കൂമ്പെന്നാണ് പറയുന്നത് ഇതിന്. അപ്പോൾ അത് നല്ല വൃത്തിയായിട്ട് അതിൻ്റെ കുറേ പൊളിയൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം. അതിനുശേഷം നമ്മളിതിനെ കൊത്തി കൊത്തി അരിഞ്ഞ് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കണം. കാര്യം നിങ്ങൾക്കത് കാണുമ്പോൾ അറിയാം ഇതിൽ കറയുണ്ട്. ഒരിക്കലും ഇത് അരിഞ്ഞ് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കരുത്. വെള്ളത്തിനകത്ത് ഇതിനെ കൊത്തിയിട്ടതിന് ശേഷം ഒരു 10-15 മിനിറ്റ് അതൊന്നും അങ്ങനെ വച്ചേക്കണം കേട്ടോ. അതിന് ശേഷം ഞാനത് കാണിച്ചു തരാം. ഇപ്പം കണ്ടില്ല, ചെറിയൊരു കറയൊക്കെ ഉണ്ട്. അത് ഞാനൊന്ന് ഒരു 10-15 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം ഉള്ളത് കാണിച്ചു. അതാ കണ്ടോ, കറയെല്ലാം മാറി. നിങ്ങൾക്ക് അത് ഡിഫറൻസ് കാണുമ്പോൾ അറിയാൻ പറ്റും. ഒരിക്കലും ഡയറക്റ്റായിട്ട് ഉപയോഗിക്കരുത്. കാര്യം ഓൾറെഡി വാഴയിൽ കറയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ പ്രോഡക്റ്റിലും കറയുണ്ട്. അതിനുശേഷം ഞാൻ നല്ല വൃത്തിയായിട്ടൊന്ന് തോരാൻ വേണ്ടി വാർത്ത് വച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു ചീനച്ചട്ടി എടുക്കാം. അതിലോട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഉഴുന്ന് പരിപ്പുണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ജീരകം കൂടെ ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. ജീരകം നമുക്ക് വേണമെങ്കിൽ അരയ്ക്കുമ്പോഴുണ്ടല്ലോ അതിൽ ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പം ഇട്ട് പൊട്ടിച്ചെടുക്കുവാണ്. അതിന് ശേഷം വറ്റൽമുളക് ഒന്ന് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ടല്ലോ വാഴക്കൂമ്പ്, കൊത്തി അരിഞ്ഞ് ഊറ്റി വെച്ചിട്ടുള്ള വാഴക്കൂമ്പുണ്ടല്ലോ, അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരിക്കലും ഡയറക്റ്റായിട്ട് കൂമ്പ് കൊത്തി അരിഞ്ഞിട്ട് ഉപയോഗിക്കരുത്. വെള്ളത്തിലിട്ട് അതിൻ്റെ ഒരു കറ പോയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. അതിനുശേഷം അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് നമ്മുടെ ഒരു കപ്പിനനുസരിച്ച് പയറുണ്ടല്ലോ, ഇതൊരു 90% വെന്തിട്ടുള്ളൂ. ഫുൾ വെന്തിട്ടില്ല. കാര്യം ഫുൾ വെന്താൽ നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ടല്ല വേവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വേവും കൂടെ ആകുമ്പോൾ ഓവർ കുക്കായി പോകും. അപ്പോൾ നമുക്കൊരു 90% വേവിച്ചെടുത്താൽ മതി. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എല്ലാം നല്ല വൃത്തിയായിട്ട്, കാര്യം ഉപ്പൊക്കെ നല്ല വൃത്തിയായിട്ട് അതിലെല്ലാത്തിലും പിടിക്കണം. ഞാൻ ഒന്നിലും ഉപ്പ് ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ്. അതിനുശേഷം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. വെള്ളം ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. ഇതിൽ തന്നെ വെള്ളമുണ്ട്. അതിൽ തന്നെ ഇരുന്ന് ആ പയറും കൂടെ ഫുള്ളായിട്ട് കുക്കായിക്കോളും. അപ്പോഴേക്കും നമുക്ക് അതിൻ്റെ കൂട്ടൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറൊന്ന് എടുത്തതിന് ശേഷം അതിലോട്ട് ഞാൻ വറ്റൽ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. കട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സി ഒന്ന് കറക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൽ നമുക്ക് തോരത്തിന് ആവശ്യമുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ക്വാണ്ടിറ്റി അനുസരിച്ച് എത്ര വേണോ അതനുസരിച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക. ചിലർക്ക് തേങ്ങ കൂടുതൽ ഉള്ളത് ഇഷ്ടമാണ്, ചിലർക്ക് ഇഷ്ടമല്ല. അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഞാനിത് വീട്ടിൽ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഗരം മസാല ചേർത്താൽ മതി. അതിൻ്റെ ഒരു ഫ്ലേവർ വരുമ്പം നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാകും. അതിന് വേണ്ടിയാണ്. അപ്പോഴേക്കും നമ്മുടെ കൂമ്പുണ്ടല്ലോ, വാഴക്കൂമ്പ് കൊത്തി അരിഞ്ഞതെല്ലാം നല്ല ഓൾമോസ്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ അരച്ചെടുത്ത ആ കൂട്ടും കൂടെ ചേർത്തതിന് ശേഷം ജസ്റ്റ് അതൊന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇട്ടതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ജസ്റ്റ് അതൊന്ന് കുക്കായി വരട്ടെ, ആവിയിലൊന്ന് കുക്കായി വരട്ടെ. വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതുവരെ വെള്ളം ചേർത്തിട്ടില്ല, ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. അതിന് ശേഷം നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല വൃത്തിയായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. എല്ലായിടത്തും ഈ അരപ്പ് എത്തണം. അങ്ങനെ തന്നെ നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഞാനൊരു കുറച്ച് സമയം അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തു. പക്ഷേ അത് കാര്യം ഇതിൻ്റെ മസാലയെല്ലാം ഞാൻ ഗരം മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലായിടവും ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് അതൊന്ന് ആവി കയറിയാൽ മാത്രം മതിയാവും. അടച്ചു വെച്ച് കുക്ക് ചെയ്യുവാണ്. അതിനുശേഷം നല്ല അടിപൊളിയായിട്ടുള്ള കൂമ്പ് തോരൻ, വാഴക്കൂമ്പെന്നാണ് പറയുന്നത്, ചിലടത്ത് വാഴപ്പൂവെന്നൊക്കെ പറയും. വെള്ളം ഒന്നും ഞാൻ ചേർത്തിട്ടില്ല, അടി പിടിച്ചിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഗരം മസാലയൊക്കെ ഇട്ടതുകൊണ്ട് ഒരു വേറെ ലെവൽ ടേസ്റ്റാണ്. അതൊന്ന് ഇട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന് ശേഷം എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.